ഏറ്റവും പ്രസിദ്ധരായ സൂഫിവര്യരിൽ പ്രസിദ്ധരായ വിജ്ഞാനും പടുവും വലിയ പണ്ഡിതനുമാണ് അഷേഖ് ഇബ്നു അത്താഇല്ലാഹി സിക്കന്ദരി എന്ന് പറയുന്നവർ. ഇബ്നു അത്താഇല്ലാഹി സിക്കന്ദരി എന്ന് പറഞ്ഞാൽ മതി. നമ്മുടെ കോളേജിലൊക്കെ ബാക്കിയാത്തിലും വണ്ടൂരിലുമൊക്കെ അവസാന വർഷത്തിൽ മുത്തവല്ല പണ്ഡിതന്മാർക്ക് ദർസ് നടക്കുന്ന ഹിക്കമ് അൽ ഹിക്കമുൽ അത്താഇയ്യ ഇബ്നു അത്താഇല്ലാഹി സിക്കന്ദരി അവരുടെ തത്വോപദേശങ്ങളും അവരുടെ ജ്ഞാന മധുരിമയുള്ള മൊഴികളുമാണ് അതിലുള്ളത്. ആ ജ്ഞാനമുത്തുകളായ മൊഴികളാണ് സ്വാഹിബുൽ ഹിക്കം എന്നാണ് ഇവരെ വിശേഷിപ്പിക്കുക. അങ്ങനെയുള്ള ഗ്രന്ഥത്തിന്റെ കർത്താവാണ് ഇബ്നു അത്താഇ. ഇബ്നു അത്താഇല്ല മൂപ്പരുടെ ഒരുപാട് ഇപ്പുറം പോകുന്ന വാപ്പാന്റെ പേരാണ്, ഒരുപാട് ഇപ്പുറം പോകുന്ന ഉപ്പാപ്പാന്റെ. പക്ഷെ ആ ഉപ്പാപ്പിക്ക് ചേർത്തിട്ടാണ് വിളിക്കുക. അഹ്മദ് ബിൻ മുഹമ്മദ് ബിൻ അബ്ദുൽ കരീം ബിൻ അബ്ദുർ റഹ്മാൻ ബിൻ അബ്ദുല്ലാഹി ബിൻ അഹ്മദ് ബിൻ ഈസ ബിൻ ഹുസൈൻ ബിൻ അത്താഇല്ല. ആ അത്താവുള്ള അത്തനെ ഗ്രൂപ്പയച്ചിട്ട് വായിക്കണ്ടേ ആ ഉപ്പാപ്പാന്റെ അത്താവുള്ളയിലേക്ക് ചേർത്തിട്ടാണ് ബഹുമാനപ്പെട്ട അഹ്മദ് ബിൻ മുഹമ്മദ് എന്നവരെ അബുൽ ഫضൽ എന്നാണ് അവരുടെ കുഞ്ഞത്ത് വിളിക്കാറ്. അവർ ജുദാം ഗോത്രക്കാരനാണ്, മദ്ഹബ് മാലിക്യ മദ്ഹബുകാരനാണ്. ഇസ്കന്ദറിലാണ് അവർ ജനിച്ചത്. ഖറാഫത്തിലാണ്, അതായത് മിസ്രിലാണ് അവർ മറമാടപ്പെട്ടത്. ഷാദിലി ത്വരീഖത്തിലെ മഹാനായ ശേഖുമാണ് ബഹുമാനപ്പെട്ടവർ ഇബ്നു അത്താഇല്ലാഹി സിക്കന്ദരി അവർ. വളരെ പ്രസിദ്ധമായ ലോകപ്രസിദ്ധമായ ഗ്രന്ഥങ്ങളാണ് തസവൂഫിൽ അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥങ്ങളൊക്കെ. വളരെ പ്രധാനപ്പെട്ട ഒരു ഗ്രന്ഥം തൻവീർ ഫി ഇസ്ഖാത്തി തദ്ബീർ എന്ന ഒന്നാണ്. അള്ളാഹുവിൻ്റെ തദ്ബീർ, ആ തദ്ബീറുമായി ബന്ധപ്പെട്ട് നമ്മളുടെ തദ്ബീർക്കും അതിന് ഒക്കാൻ പറ്റൂല, അതിനേക്കാൾ മാറ്റി നിർത്തിക്കൾ ഒഴിച്ചിട്ടാളി എന്ന് പറയുന്ന തരത്തിലുള്ള ഉപദേശമാണ് നമ്മുടെ തദ്ബീറിൻ്റെ കാറും അള്ളാഹിൻ്റെ തഖ്ദീർ ജയിക്കും എന്നവർക്കുള്ള സമർത്ഥനമാണ് വിശേഷപ്പെട്ട ഈ ഗ്രന്ഥത്തിൽ. തൻവീർ ഫി ഇസ്ഖാത്തി തദ്ബീർ എന്ന കിതാബ്. ലതായിഫുൽ മിനൻ എന്ന മഹാനരുടെ മറ്റൊരു ഗ്രന്ഥമുണ്ട്. അദ്ദേഹത്തിൻ്റെ ഷെയ്ഖ് അബുൽ അബ്ബാസിൽ മുർസി, ഇവരൊക്കെ അങ്ങനെ സിയാർത്ത് ചെയ്യാൻ സൗഭാഗ്യം കിട്ടിയിട്ടുണ്ട്, അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ. അവരുടെ ഷെയ്ഖാണ് ഷെയ്ഖ് അബുൽ ഹസൻ ഷാദിലി, അള്ളാഹു അവരെയും സിയാർത്ത് ചെയ്ത് കബൂലാക്കുമാറാവട്ടെ. ഷെയ്ഖ് അബുൽ ഹസൻ ഷാദിലി എന്ന് പറഞ്ഞാൽ മുഹ്യദ്ദീൻ ഷെയ്ഖ് എന്ന് പറഞ്ഞാൽ സാധാരണക്കാർക്കിടയിൽ എങ്ങനെ പ്രിയങ്കരനും എങ്ങനെ വാഴ്ത്തപ്പെടുന്നവരും എത്ര സുസമ്മതനും എത്ര പ്രശംസാർഹനുമാണോ അതിലേറെ ഉലമാക്കൾക്കിടയിൽ ഏറ്റവും അധികം വാഴ്ത്തപ്പെടുന്ന ഷെയ്ഖും കുത്തുബുമാണ് ബഹുമാനപ്പെട്ട ഷാദിലി ഷെയ്ഖ് അബുൽ ഹസൻ ഷാദിലി തങ്ങളവർകൾ. പിൽക്കാലത്ത് വന്നിട്ടുള്ള കുത്തുബുകളിൽ മിക്കവാറും കുത്തുബുകളും ഷാദിലി ത്വരീഖത്തിൻ്റെ ഷെയ്ഖുമാരായിരിക്കും എന്നാണ് അവരുടെ വിജ്ഞാനങ്ങളുമായി ബന്ധപ്പെട്ടുള്ള ഉലമാക്കന്മാരുടെ വിധിയെഴുത്ത്. മിക്കവാറും പരിശോധിച്ചാൽ അങ്ങനെ കാണും കഴിയുക. അതിൽപ്പെട്ട ഷെയ്ഖ് അബുൽ ഹസൻ ഷാദിലിയുടെ ഏറ്റവും വലിയ ഖലീഫയാണ് ഷെയ്ഖ് അബുൽ അബ്ബാസിൽ മുർസി. അവരുടെ ശിഷ്യനാണ് ഇബ്നു അത്താഇല്ലാഹി സിക്കന്ദരി. തൻ്റെ ഷെയ്ഖിനെയും ഷെയ്ഖിൻ്റെ ഷെയ്ഖായ അബുൽ ഹസൻ ഷാദിലിയെയും പ്രകീർത്തിച്ചുകൊണ്ടും അവരുടെ മനാഖിബുകൾ വിവരിച്ചുകൊണ്ടുമുള്ള ഒരു ഗ്രന്ഥമാണ് ലതായിഫുൽ മിനൻ എന്ന ഗ്രന്ഥം. അത് ബഹുമാനപ്പെട്ടവരുടെ ഗ്രന്ഥമാണ്. ആര്? ഇബ്നു അത്താഇല്ലാഹി സിക്കന്ദരി. കാര്യമായിട്ട് എന്താ അവർ ചെയ്ത സേവനം എന്ന് വെച്ചാൽ അതാണ് ഈ പറയുന്നത്. 4-5 ഗ്രന്ഥങ്ങളാണ് അദ്ദേഹത്തിൻ്റെ മാസ്റ്റർ പീസ് ഗ്രന്ഥം. ആ ഗ്രന്ഥങ്ങളിൽ ഒരു ഗ്രന്ഥം തൻ്റെ ഷെയ്ഖ് അബുൽ അബ്ബാസിൽ മുർസിയെയും അവരുടെ ഷെയ്ഖിൻ്റെ ഷെയ്ഖ് അബുൽ ഹസൻ ഷാദിലിയുടെയും മനാഖിബ് അവരെ പരിചയപ്പെടുത്ത ലോകത്തിന്. അതിന് പരിചയപ്പെടുത്തിയാൽ തന്നെ തസൗഫ് ഒന്നായിട്ട് മനസ്സിലാക്കുക. ഈ 2 മഹാന്മാരെ വിവരിക്കുന്ന ഗ്രന്ഥമാണ് ലതായിഫുൽ മിനൻ എന്ന ഗ്രന്ഥം. താജുൽ അറൂസ് എന്ന ഒരു ഗ്രന്ഥവും ഇത് രണ്ടും കൂടി കൂട്ടിയിട്ട് അതിനൊരു ലേശത്തെ ഒരു മറ്റൊരു ഗ്രന്ഥമാണ്, പ്രത്യേകം എണ്ണേണ്ടതില്ല. മിഫ്താഹുൽ ഫലാഹ് എന്ന ദിക്റും സുലൂക്കിൽ പ്രവേശിക്കേണ്ടത് എങ്ങനെയാണെന്ന് നമുക്ക് വിവരിക്കുന്ന ഒരു ഗ്രന്ഥമാണ് മിഫ്താഹുൽ ഫലാഹ്. മിഫ്താഹുൽ ഫലാഹ് ഫി ദിക്രി വ കൈഫിയത്തി സുലൂക്ക് എന്നാണ് ഗ്രന്ഥത്തിൻ്റെ പേര്. ഇതും ബഹുമാനപ്പെട്ടവരുടെ ഗ്രന്ഥമാണ്. അൽ ഖൗലുൽ മുജറദ് ഫിൽ ഇസ്മിൽ മുഫ്രദ് എന്ന ഗ്രന്ഥവും അദ്ദേഹത്തിൻ്റെതാണ്. ഹിക്കം എന്നത് അദ്ദേഹത്തിൻ്റെ മൊഴികൾ അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാർ പകർത്തിയിട്ടുള്ളതും അവർ കോഡീകരിച്ചിട്ടുള്ളതുമായ ഗ്രന്ഥമാണ്. ഇന്ന് സർവ്വപ്രചാരത്തിലുള്ളതാണ് അൽ ഹിക്കം. ഹിക്കമിലെ മൊഴികൾ ഓരോന്നിനെ ഓരോ ദിവസം നല്ലോണം ഊർത്തി പറയാൻ പറ്റും. ഒറ്റ വരി, ആ ഒറ്റ വരികൾ അങ്ങനെ ഓതിയാൽ ഏതാണ്ട് ഒരു കൊല്ലോ, ചുരുക്കിയിട്ടാണെങ്കിൽ 6 മാസം കൊണ്ടുമാണ് നമ്മുടെ ഗ്രന്ഥങ്ങളിൽ 2-3 മൊഴികളാണ് ഒരു ദിവസം ഓതുക. അത് ഓതിയിട്ട് 6 മാസം 1 കൊല്ലമൊക്കെ ഓതേണ്ടി വരുന്നുണ്ട്. ഹിക്കം എന്ന് പറയുന്ന മഹാനുടെ ഗ്രന്ഥം. അതാണ് ബഹുമാനപ്പെട്ടവർ ഷെയ്ഖ് ഇബ്നു അത്താഇല്ലാഹി സിക്കന്ദരി അവർ. അതുപോലെ ഷെയ്ഖ് ജീലാനി തങ്ങൾ അവരുടെ 2 മക്കളെ